നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിലാണുള്ളത്. എറണാകുളം ജില്ലയിൽ ചേരാനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. ഇവിടുന്ന് നമ്മളിപ്പം വലത്തോട്ട് പോകുന്ന റോഡ് കളമശ്ശേരിക്കും നേരെ ഇടത്തോട്ട് കാണുന്ന റോഡ് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിലോട്ടും പോകുന്ന റോഡാണ്. നേരെ പോകുന്നത് ഗുരുവായൂരോട്ടും പോകുന്ന നാഷണൽ ഹൈവേ 66-ൻ്റെ വീതി കൂട്ടി 6 വരിപ്പാതയാക്കുന്നതിൻ്റെ പണികളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറച്ച് മുമ്പോട്ട് മാത്രമുള്ള ദൃശ്യങ്ങൾ അതിനകത്ത് കാണിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞേച്ച് നമ്മൾ നേരെ തിരിഞ്ഞ് ഇടപ്പള്ളി ഭാഗത്തേക്ക് പോകും. ഇവിടെ ഇപ്പം നമ്മൾ ചേരാനല്ലൂർ സിഗ്നൽ കഴിഞ്ഞ് നമ്മൾ ഗുരുവായൂർ ഭാഗത്തോട്ട് പോകുമ്പോൾ തന്നെ ഇവിടെ വലതു ഭാഗത്തും ഇടതു ഭാഗത്തും ഡ്രൈനേജിൻ്റെ പണിയാണ് ഈ ഒരു ഭാഗത്തായിട്ട് നടക്കുന്നത്. നമ്മളിനി നേരെ തിരിഞ്ഞ് ചേരാനല്ലൂർ ഭാഗത്തെ അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ ഇപ്പോൾ 8 ഇടത്തായിട്ട് തന്നെ പൈലിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ട് പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി പിയർ ക്യാപ്പിൻ്റെ മുകളിൽ കുറച്ച് കമ്പി മടക്കി വെച്ചിരിക്കുന്ന ഭാഗത്ത് കുറച്ച് കോൺക്രീറ്റോടെ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞ ഉടൻ തന്നെ ഗർഡറുകൾ ഇതിൻ്റെ മുകളിൽ എടുത്ത് വെക്കുക എന്നുള്ളതായിരിക്കും അടുത്ത ഘട്ടം. ഗർഡറുകൾ ഈ ഒരു ഭാഗത്തൊന്നും കണ്ടില്ല, എനിക്ക് തോന്നിക്കുന്ന ദൂരെ എവിടെയോ ഇട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചേരാനല്ലൂർ കഴിഞ്ഞിട്ട് പിന്നെ മുമ്പോട്ട് പോകുന്ന ഭാഗത്ത് 2 സൈഡിലുമായിട്ടുള്ള ഡ്രൈനേജിൻ്റെ പണിയാണ് ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ലെങ്തിലായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഓറിയൻ്റൽ കമ്പനിയാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. 26 കിലോമീറ്റർ നീളത്തിൽ കൊടുങ്ങല്ലൂർ മുതൽ ഇടപ്പള്ളി വരെയാണ് ഓറിയൻ്റൽ കമ്പനി കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. 1617.2 കോടി രൂപയ്ക്കാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മൾ ചേരാനല്ലൂർ കഴിഞ്ഞിട്ട് പിന്നെ മുമ്പോട്ട് ഇടപ്പള്ളി ഭാഗത്തേക്ക് വരുമ്പം ചെറിയൊരു കവല വരുന്നത് മഞ്ഞുമേൽ കവല എന്ന് പറയുന്നൊരു കവലയിലോട്ടാണ് എത്തിച്ചേരുന്നത്. അവിടെ വരെ ഇപ്പം 2 സൈഡിലുമായിട്ടുള്ള ഡ്രൈനേജിൻ്റെ പണി മാത്രമായിട്ടാണ് ഇപ്പം നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടി മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഇടതു ഭാഗത്തായിട്ട് തന്നെ ക്രാഷ് ബാരിയർ നിർമ്മാണവും പിന്നെ ഇടതു ഭാഗത്തായിട്ട് തന്നെ അവർ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് മെറ്റിലിട്ട് നിരത്തുന്ന പണിയും ഈ ഒരു ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇനിയും വലതു ഭാഗത്തായിട്ട് തന്നെ അതേപോലുള്ള പണി നടക്കാനുണ്ട്. കുറച്ച് ഭാഗത്ത് മാത്രം ഡ്രൈനേജിൻ്റെ പണി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഇനിയും വലതു ഭാഗത്തായിട്ട് കുറച്ച് ലെങ്തിലായിട്ടൊക്കെ ഇനിയും ഡ്രൈനേജിൻ്റെ പണി നടക്കാനുണ്ട്. ഇവിടുന്ന് മുമ്പോട്ട് പോകുമ്പം ഇടതു ഭാഗത്തായിട്ട് നല്ല ലെങ്തിലായിട്ട് തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണി നടക്കുന്നുണ്ട്. ഇവിടെ ഇടതു ഭാഗത്തായിട്ട് തന്നെ അതേപോലെ തന്നെ പുതിയ പോസ്റ്റൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ കാണാൻ പറ്റും, പുതിയ പോസ്റ്റ് സ്ഥാപിച്ചിട്ട് ലൈൻ കമ്പിയൊക്കെ കൊടുത്തിട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ അത് കഴിഞ്ഞേച്ച് മഞ്ഞുമേൽ ജംഗ്ഷൻ ആ ഒരു കവല കഴിഞ്ഞിട്ട് മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ വലതു ഭാഗത്തും ഈ ഒരു ഭാഗത്ത് പണി തുടങ്ങിയിട്ടുണ്ട്. നല്ല ലെങ്തിലായിട്ട് 2 സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ട് പണി ആ ഒരു ഭാഗത്തായിട്ട് നടക്കുന്നുണ്ട്. നമ്മളിപ്പം നേരെ എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടപ്പള്ളി റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ കുറച്ച് മുൻഭാഗത്തായിട്ടുള്ള കുന്നുംപുറം എന്ന് പറയുന്ന കവലയിലായിട്ടാണുള്ളത്. ഇവിടെ ഉണ്ടായിരുന്ന സിഗ്നലൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഒരു പൈൽ ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ടുവന്ന് അണ്ടർപാസിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള പൈലിംഗ് വർക്കുകൾ ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കമ്പിയൊക്കെ കൊണ്ടുവന്ന് ഇറക്കി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന സിഗ്നൽ എടുത്ത് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഈ കുന്നുംപുറം കവല കഴിഞ്ഞിട്ട് പിന്നെ മുമ്പോട്ട് വരുന്ന ഭാഗത്ത് ഇവിടെ ഇടത്തെ സൈഡിലായിട്ട് തന്നെ ക്രാഷ് ബാരിയർ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമ്മളിപ്പം റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ പാലം കയറുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ ഇടതു ഭാഗത്തായിട്ട് നല്ലോണം കാട് പിടിച്ച് കിടന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു. അതിപ്പം വെട്ടി എല്ലാം തെളിച്ചതിന് ശേഷം അവിടെ ഇപ്പം മണ്ണിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇപ്പം ഇടത്തെ സൈഡിലായിട്ട് തന്നെ ഡ്രൈനേജിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ പാലം കയറി മുമ്പോട്ട് വരുന്ന ഭാഗത്ത് തന്നെ ചെറിയൊരു റോഡ് ഈ പാലത്തിൻ്റെ അടിയിൽ കൂടി തന്നെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ കാണാൻ പറ്റും അവിടെ കുറച്ച് പൈലിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ട് പിയറിൻ്റെ ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ടം പിയർ ക്യാപ്പ് ആയിരിക്കണം. അത്രയും പൈലിംഗ് വർക്കുകൾ ആ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പം ഇടത്തെ സൈഡിലായിട്ട് തന്നെ ഡ്രൈനേജിൻ്റെ പണിയാണ് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളിപ്പം പാലം കയറുന്നതിന് മുമ്പായിട്ട് ഇടത്തെ സൈഡിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ PCC ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ഡ്രൈനേജിന് വേണ്ടി ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. പിന്നെ നമ്മൾ റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ ടോപ്പ് കോൺക്രീറ്റ്, അതായത് പിയർ ക്യാപ്പിൻ്റെയൊക്കെ നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം ഗർഡറുകളെല്ലാം ഉയർത്തി വെച്ചിട്ട് ഇപ്പം ടോപ്പ് കോൺക്രീറ്റ് പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മളിപ്പോൾ മുമ്പോട്ട് വരുമ്പോൾ ഇനിയും ഈ ഗർഡറിൻ്റെ മുകളിൽ കോൺക്രീറ്റ് കുറച്ചും കൂടെ ബാക്കിയുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡിലായിട്ട് നമ്മൾ ഈ ട്രെയിൻ പാളം കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ട് പോകുമ്പോൾ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ ഘട്ടത്തിലോട്ട് എത്തിയിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നമുക്കിപ്പം സൂം ചെയ്ത് കാണിച്ചു തരാം. ഇനി അതിൻ്റെ മുകളിൽ ഗർഡറുകൾ എടുത്തു വെക്കേണ്ട പണിയാണ് ബാക്കിയുള്ളത്. അതായത് കഴിഞ്ഞേച്ച് പിന്നെ കോൺക്രീറ്റ്. നമ്മൾ ചെറിയൊരു അപ്ഡേറ്റാണ് ഇന്ന് ചെയ്തത്. നമുക്ക് പൂർണ്ണമായിട്ട് എടുക്കാൻ പറ്റിയില്ല. ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും. കാത്തിരിക്കുക.